മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ വയനാട്ടിലെ മരം മുറിക്കപ്പെട്ട സ്ഥലങ്ങളിൽ സന്ദർശിച്ചപ്പോൾ ബോധ്യമായത്. സർക്കാർ പറയുന്നു ഈ വനം കൊള്ളയെ സംബന്ധിച്ച് നടപടിയെടുത്തു എന്നാണ്. ഒരു വില്ലേജ് ഓഫീസറെയാണ് സസ്പെൻഡ് ചെയ്തത്. ഒരു വില്ലേജ് ഓഫീസറാണോ ഇത്രയും വലിയ വനം കൊള്ള നടത്താൻ വനം മാഫിയയ്ക്ക് കൂട്ടുന്നത്? ഒരു വില്ലേജ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ നടപടിയെടുത്തു എന്ന് ഗവൺമെന്റിന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും? ഇത് കഴിഞ്ഞ മന്ത്രിസഭയിലെ വനം മന്ത്രിയും റവന്യൂ മന്ത്രിയും ഉൾപ്പെടെ കൂടിയാലോചനകൾ നടത്തി, ഉദ്യോഗസ്ഥന്മാർ കൂടിയാലോചന നടത്തി. സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയ കൊള്ള ഈ കേരളത്തിൽ നടന്നത്. ഗവൺമെന്റ് മുഖ്യമന്ത്രി പറഞ്ഞത് 2020 ഒക്ടോബർ 24 ഇറക്കിയ സർക്കാർ ഉത്തരവിൽ അത് സതുദ്ദേശത്തോടു കൂടിയാണ് ആ ഉത്തരവ് ഇറക്കിയതെന്നാണ്. ആ ഉത്തരവിൽ ഒരു സതുദ്ദേശവുമില്ല. കാരണം ആ ഉത്തരവ് കാപഢ്യങ്ങൾ നിറഞ്ഞതാണ്, കാപഢ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഉത്തരവാണ്. കാരണം 2005 മരം മുറിക്കാനുള്ള അനുവാദം നൽകുന്ന നിയമത്തിന്റെ 6-ാം വകുപ്പിന്റെ ഒരു ഭാഗം മാത്രമാണ് അതിൻ്റെ അകത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. അതായത് ചന്ദനം ഒഴിച്ചുള്ള മരങ്ങൾ മുഴുവൻ വനേതര ഭാഗങ്ങളിൽ നിന്ന് മുറിച്ചു മാറ്റാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്. എന്നാൽ അതിൻ്റെ 2-ാം ഭാഗം ആ നിയമത്തിൽ ഒരു പ്രൊവൈസോ ഉണ്ട്. അതായത് 1964 അസൈൻമെന്റ് ആക്ട് അനുസരിച്ച്, ഭൂപതിവ് നിയമം അനുസരിച്ച് പതിച്ചു നൽകിയ ഭൂമിയിലെ ആ പതിച്ചു നൽകിയ സമയത്തുണ്ടായ മരങ്ങൾ, രാജകീയ വൃക്ഷങ്ങൾ, അത് മുറിക്കാൻ പാടില്ല എന്ന് 2005 നിയമത്തിലെ 6-ാം വകുപ്പിന്റെ പ്രൊവൈസോ വ്യക്തമായി പറയുന്നു. അപ്പോൾ സർക്കാർ ഇറക്കിയ ഒക്ടോബർ 24 ഉത്തരവിൽ ഈ 2005 നിയമത്തിലെ ഒരു ഭാഗം മാത്രം പറയുകയും ഒരു വകുപ്പിലെ തന്നെ മറ്റൊരു ഭാഗം മറച്ചുവെക്കുകയും ചെയ്ത് ഈ പട്ടയ ഭൂമിയിൽ നിന്ന് വർഷങ്ങളോളം പഴക്കമുള്ള, അതായത് ഈ പട്ടയ കൊടുക്കുന്നതിന് മുമ്പ് വർഷങ്ങളോളം പഴക്കമുള്ള ഈ മരങ്ങൾ മുഴുവൻ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് ഇതിൻ്റെ അകത്ത് ഒരുക്കി കൊടുത്തത്. ഞങ്ങളെ ഇന്ന് ഏറ്റവും ഞെട്ടിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അവരുടെ ഭൂമിയിൽ നിന്നാണ് അവരെ കബളിപ്പിച്ചുകൊണ്ട് ഈ മരം മുഴുവൻ മുറിച്ചു മാറ്റിയിട്ടുള്ളത്. ആ പാവപ്പെട്ടവർക്ക് തുച്ഛമായ പണം കൊടുത്ത് ഇതിന് സർക്കാരിന്റെ അനുമതി ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്തിയിരിക്കുന്നത്. ശരിക്ക് SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ഇവരെയെല്ലാം ജയിലിലടക്കേണ്ട സമയം പോലും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ റവന്യൂ വകുപ്പിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന മട്ടിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. ശരിക്ക് ഈ പട്ടയഭൂമിയിലെ പട്ടയം കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഈ മരങ്ങളുടെ രജിസ്റ്റർ സൂക്ഷിച്ചു വെക്കേണ്ടത് റവന്യൂ മാനുവൽ അനുസരിച്ച് വില്ലേജ് ഓഫീസിലാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. അവരുടെ വകുപ്പാണ്, ഈ വകുപ്പാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. എന്നാൽ ആ രജിസ്റ്ററുകൾ കയ്യിലിരുന്ന വനം വകുപ്പ് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വനം വകുപ്പ് വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും കളക്ടർക്കും പരാതി കൊടുത്തിട്ട് ആ പരാതിയിന്മേൽ ഒരു നടപടി പോലും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ റവന്യൂ വകുപ്പിന്റെ പൂർണ്ണമായ ഒത്താശ ഈ വനം മാഫിയയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 മന്ത്രിമാർ CPI മന്ത്രിമാരായിരുന്നു ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ. CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ ഈ വനം കൊള്ളയ്ക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനമാണ് എടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് മരക്കച്ചവടമാണെന്നാണ്. മാഫിയ എന്ന് അവരെ വിളിക്കല്ലേ എന്നാണ് കാനം രാജേന്ദ്രൻ പറയുന്നത്. മാഫിയ എന്ന് വിളിക്കുന്നത് ശരിയല്ല. ഈ പാവപ്പെട്ട ആദിവാസികളെയും പട്ടികജാതിക്കാരെയും കബളിപ്പിച്ചുകൊണ്ട് അവരുടെ പറമ്പിൽ നിന്നിരുന്ന ഈ മരം വെട്ടിയെടുത്ത് കൊള്ളയടിച്ച ആളുകളെ മാഫിയ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ഇറ്റലിയിൽ മാഫിയ വേറൊരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് വേറൊരു ക്രൈം ചെയ്യും. കേരളത്തിൽ ഇവർക്ക് ചെയ്യാവുന്ന ക്രൈം എന്ന് പറയുന്നത് ഈ വനം കൊള്ള നടത്തി, ഈ മര കൊള്ള നടത്തുകയാണ്. അവരെ കേവലം മരക്കച്ചവടക്കാരുമായി ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന മരക്കച്ചവടക്കാരുമായി രാഷ്ട്രീയ നേതൃത്വം ഉപമിക്കുകയാണ്.
അവരെ മാഫിയ എന്ന് വിളിച്ചതിലുള്ള സങ്കടമാണ് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നിയമവിരുദ്ധമായി നടന്ന, നിങ്ങൾക്കറിയാം ഒക്ടോബർ 24 ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് 3 മാസം കഴിഞ്ഞപ്പോൾ പിൻവലിക്കുന്നു. ആ 3 മാസത്തിനുള്ളിൽ കേരളത്തിലെ 8 ജില്ലകളിൽ വ്യാപകമായി കൊള്ള നടക്കുന്നു. ഇന്നിപ്പോ ഞങ്ങൾ കണ്ടൊരു മരത്തിൽ മാർച്ച് 23 മരം മുറിച്ചതിന്റെ ഡേറ്റ് എഴുതിയിരിക്കുന്നത്. അതായത് ഇത് പിൻവലിച്ചതിന് ശേഷവും, ഈ വിവാദ ഉത്തരവ് പിൻവലിച്ചതിന് ശേഷവും പിന്നെയും വീട്ടി ഉൾപ്പെടെയുള്ള മരങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ടെന്നാണ്. നിങ്ങൾക്കറിയാം, കൈ പിടിച്ചാൽ അത്ര വണ്ണമുള്ള വീട്ടി മരങ്ങൾ ആ രൂപത്തിലാകണമെങ്കിൽ എത്ര വർഷം എടുക്കും? 100ഉം 200ഉം വർഷം കൊണ്ട് മാത്രമാണ് അത്രയും ഒരു വലിയ വീട്ടി മരം ഉണ്ടാകുന്നത്. ആ വീട്ടി മരം 3 മാസക്കാലം തുടർച്ചയായി അതുപോലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടും ഈ ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥ വൃന്ദവും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ആര് വിശ്വസിക്കും കേരളത്തിൽ? അതുകൊണ്ട് കേരളത്തിൽ 8 ജില്ലകളിലാണ് നടന്നിരിക്കുന്നത്. ഇപ്പൊ തൃശ്ശൂരിലും പാലക്കാടും പത്തനംതിട്ടയിലും എറണാകുളത്തും കോട്ടയത്തും ഇടുക്കിയിലും എല്ലാം ഇത് ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമാണ് ഈ മുറിച്ചു കൊണ്ടുപോയ മരത്തിന്റെ ഒരു ഭാഗം വനം വകുപ്പ് പിടിച്ചെടുത്തത്. ബാക്കിയുള്ള ജില്ലകളിൽ മുറിച്ചു മാറ്റിയ മരം ഒന്നും ഒരു വനം വകുപ്പും പിടിച്ചിട്ടില്ല ഇതുവരെ. അതൊന്നും വന്നിട്ടില്ല. അപ്പൊ ഈ ഉത്തരവ് മനഃപൂർവ്വമായി ഗൂഢാലോചന നടത്തി വനം കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള മാഫിയയ്ക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്ത ഉത്തരവാണ്. അതിലെ മന്ത്രിസഭാ അംഗങ്ങൾക്കുൾപ്പെടെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിനുൾപ്പെടെ രാഷ്ട്രീയ യജന്മാന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുക. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ? കർഷകരെ പ്രതിയേർക്കുകയാണ് കേസ്, ആദിവാസികളെ പ്രതിയേർക്കുകയാണ് കേസ്. അപ്പൊ ആദിവാസികളുടെ ഭാഗത്തു നിന്നും കർഷകരുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പ് വരണം. എതിർപ്പ് വന്നിട്ട് ഈ വനം കൊള്ളക്കാരെ സംരക്ഷിക്കണം. കർഷകരെ മുന്നിൽ നിർത്തി വനം കൊള്ളക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് വിനീതമായ ചോദ്യം, ഞങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? കർഷകർക്ക് അവരുടെ പറമ്പിൽ നിൽക്കുന്ന, അവരുടെ പട്ടയഭൂമിയിൽ ഉൾപ്പെടെ നിൽക്കുന്ന സ്ഥലത്ത് ഉള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ അവർക്ക് അനുവാദം നൽകണം. അതിനൊരു നിയമമുണ്ട് 2005. ആ നിയമം നടപ്പാക്കാനുള്ള അനുവാദം ഉണ്ടാകണം എന്ന് പറഞ്ഞു. തർക്കങ്ങളില്ലാതെ, സംശയങ്ങളില്ലാതെ എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. 2017 കൂടിയ സർവകക്ഷി യോഗത്തിലെ തീരുമാനവും അതാണ്. പക്ഷെ ആ തീരുമാനം എന്താണ്? ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താനാണ്, നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താനാണ്. നിയമത്തിലും ചട്ടത്തിലും ഭേദഗതി വരുത്തി ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെ ഒരു സർക്കാർ ഉത്തരവ് വരുത്തി നിയമത്തെയും ചട്ടത്തെയും ബൈപ്പാസ് ചെയ്യുന്നു, മറികടക്കുന്നു? വ്യക്തമാക്കേണ്ട ഗവൺമെന്റ്. നിയമവും ചട്ടത്തിലും ഭേദഗതി വരുത്താൻ സർവകക്ഷി യോഗം തീരുമാനിച്ചിട്ട് ഒരു സർക്കാർ ഉത്തരവിറക്കി, ദുർഗ്രഹമായ ഒരു സർക്കാർ ഉത്തരവിറക്കി, കാപട്യം ഒളിപ്പിച്ചു വെച്ച ഒരു സർക്കാർ ഉത്തരവിറക്കി, രാജ്യത്ത് നിയമസഭ പാസാക്കിയ നിയമത്തെയും ചട്ടത്തെയും മറികടന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതാണ് വ്യക്തമാക്കേണ്ടത്. ഇത് അറിയാൻ പാടില്ലാത്ത ആളല്ല. മന്ത്രിമാരുൾപ്പെടെ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ആളുകൾ യോഗം ചേർന്ന്. അപ്പൊ രാഷ്ട്രീയ തീരുമാനമാണ് ഈ ഉത്തരവിറക്കാൻ, രാഷ്ട്രീയ തീരുമാനമാണ്. ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ അവസാന സമയത്താണ് ഇവരെ സഹായിക്കാൻ വേണ്ടി. കോവിഡ് കേരളത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന സമയത്ത്, ഈ മഹാമാരി നേരിടാൻ വേണ്ടി എല്ലാ ശ്രദ്ധയും എല്ലാവരും കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്ത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കാലുവെക്കുന്ന സമയത്ത് വളരെ ബുദ്ധിപൂർവ്വം കൗശലത്തോടുകൂടി ആ സമയം തെരഞ്ഞെടുത്ത് വനം മാഫിയയ്ക്ക് ഈ മരങ്ങൾ മുഴുവൻ വെട്ടിമാറ്റി വനം കൊള്ള നടത്തുന്നതിനുള്ള, മരങ്ങൾ വെട്ടിമാറ്റി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് യഥാർത്ഥത്തിൽ ചെയ്തു കൊടുത്തത്. ആ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ഉത്തരവ് ന്യായീകരിക്കുകയാണ്. അതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ വിവാദ ഉത്തരവിനെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ന്യായീകരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ആ ഉത്തരവ് അവരെല്ലാം അറിഞ്ഞിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതൃത്വവും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആരാ കുറ്റവാളി? വില്ലേജ് ഓഫീസർ അല്ലേ? എന്തിനാ പിന്നെ വില്ലേജ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തത്? വില്ലേജ് ഓഫീസർക്ക് മാത്രമല്ലല്ലോ, വനം വകുപ്പ്
ക്ലാരിഫിക്കേഷൻ ചോദിച്ചു കൊടുത്തത് അല്ലേ? വില്ലേജ് ഓഫീസർക്ക് കൊടുത്തു, തഹസിൽദാർക്ക് കൊടുത്തു, ജില്ലാ കളക്ടർക്ക് കൊടുത്തു. ആരാ ഈ മരത്തിന്റെ കസ്റ്റോഡിയൻ റവന്യൂ വകുപ്പ്. അവർക്ക് ഒരു വിശദീകരണവും ഇല്ല, അവർക്ക് മിണ്ടാട്ടമില്ല. അവരെല്ലാം കൂട്ടുനിന്നു എന്നുള്ളതാണ് സത്യം. പാവപ്പെട്ടവരെ കബളിപ്പിച്ചുകൊണ്ട് അവർ കൂട്ടുനിന്നു. അപ്പൊ ഞങ്ങള് വളരെ ശക്തമായ നിലപാടിലാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഇതിന് തയ്യാറല്ല ഗവൺമെന്റ്. ഈ ആളുകളെ, ഈ കൊള്ളക്കാരെ സഹായിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ കേരളം കണ്ട ഈ വനം കൊള്ള ഇല്ലാതാക്കുന്നതിന് വേണ്ടി, മൂടിവെക്കുന്നതിന് വേണ്ടി, പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തെ, പാവപ്പെട്ട കർഷകരെ, ആദിവാസികളെ പ്രതികളാക്കി വനം കൊള്ളക്കാരെ സംരക്ഷിക്കാനുള്ള ഈ നീക്കത്തെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും. ഞങ്ങൾ സമരപരിപാടികളെ കുറിച്ച് UDF ഗൗരവത്തോടു കൂടി ആലോചിച്ച് പ്രഖ്യാപിക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഞങ്ങള് ഇന്ന് പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഞങ്ങളും ഒക്കെ പ്രത്യേകമായി ഇവിടെ വന്ന് ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഒരു കാര്യം, നിങ്ങൾ വാർത്താമാധ്യമങ്ങളൊക്കെ ഇതിനകം തന്നെ പുറത്ത് കൊണ്ടുവന്ന കാര്യമാണെങ്കിലും ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് ഈ നേരത്തെ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത കർഷകരെ അവരോട് ചെന്ന് പറഞ്ഞത് ഇത്രയും വില കൂടി. ആദ്യം ഞങ്ങൾ പോയ സൈറ്റിൽ മരത്തിന്റെ വില അവർക്ക് കിട്ടിയത് 5000 രൂപയാണ്. കേവലം 5000 രൂപ അവർ പറയുന്നത്. പക്ഷെ ആ മരത്തിന്റെ വില ഏകദേശം 8 ലക്ഷം രൂപ വരും എന്നാണ് നാടൻ കണക്ക് കൂട്ടി അവിടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പൊ അത്രയും വില കൂടിയ മരം 5 ലക്ഷം രൂപയും കൊടുത്ത് 45,000 കൊടുക്കാന്നാണ് അവരോട് പറഞ്ഞത്. പക്ഷെ 5 ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളൂ. 5000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് മാഫിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പറഞ്ഞത് ഇത് പ്ലാൻ ചെയ്തിട്ടാണ്. രണ്ടാമത് പോയ സ്ഥലത്ത് അവരോട് 2 ലക്ഷം അവർ ചോദിച്ചു, അത് കൊടുത്തില്ല. ആദ്യത്തെ സ്ഥലത്ത് ഇത് പൊത്താണെന്ന് പറഞ്ഞു, മുഴുവൻ പൊത്തായി, അതുകൊണ്ട് നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു. അതാണ് 5000. രണ്ടാമത്തെ സ്ഥലത്ത് 38,000 രൂപയാണ് കൊടുത്തത്. 2 ലക്ഷം അവർ പറഞ്ഞു, അതുപോലും കൊടുത്തില്ല. നഗ്നമായ പറ്റിപ്പ്. ഇത് കർഷകരുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. കർഷകർക്ക് കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞ മാഫിയ തന്നെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ കൊണ്ടുപോയിരിക്കുകയാണ്. കർഷകരുടെ പ്രശ്നം വേറെയാണ്. കർഷകരുടെ പ്രശ്നം ഞങ്ങൾക്കൊക്കെ രാഹുൽ പാർട്ടി മീറ്റിംഗും ബാക്കിയിലൊക്കെ പങ്കെടുത്ത ആളുകൾ തന്നെയാണ് ഞങ്ങൾ. അത് ഈ മരമല്ല, ഇത് ഈ മരമല്ല, ഇതിന് വേറെ നിയമങ്ങളുണ്ട്, പ്രൊസീജിയർ ഉണ്ട്. ഇത് സ്പെഷ്യൽ ഓർഡറാണ്. അതാണ് ഇവിടെ വനം കൊള്ള നടത്താൻ വേണ്ടി ഉന്നത തലത്തിൽ സ്പെഷ്യൽ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. വനം കൊള്ളയുടെയും അതിനുള്ള സ്പെഷ്യൽ ഓർഡറുകളുടെയും കാലം കേരളത്തിൽ കഴിഞ്ഞതാണ്. ഈ നിയമത്തിന്റെ മറവിൽ പ്രത്യേകമായ ഓർഡർ കൊടുത്തതാണ്, സ്പെഷ്യൽ ഓർഡർ കൊടുത്തതാണ്. ആ സ്പെഷ്യൽ ഓർഡറാണ് ഈ അഴിമതി. അതിനൊക്കെ പ്ലാൻ ചെയ്ത് ഈ മരങ്ങൾ മുറിക്കാൻ കുറഞ്ഞ പൈസ ഇവർക്ക് കൊടുത്തിട്ട് ഇത് മുറിക്കാൻ വേണ്ടി നിഗൂഢമായ പദ്ധതി തയ്യാറാക്കി അതിന് താഴെ തട്ട് തൊട്ട് മുകളിൽ വരെ കൊണ്ടുപോയി രാഷ്ട്രീയ നേതൃത്വം. അവർ സംസാരം കേട്ടാൽ മനസ്സിലാകുന്നില്ലേ അവരറിഞ്ഞുകൊണ്ടാണെന്നുള്ളത്. മന്ത്രിമാരും രാഷ്ട്രീയ നേതൃത്വം മന്ത്രിസഭാ തലത്തിൽ അത്ര ഉന്നത തലത്തിൽ തന്നെ ഇതിനെ ന്യായീകരിക്കുന്ന ആരാണോ അവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്തു. അതിന് ആ പ്ലാനിങ്ങിന് ഒരു ആവശ്യമുണ്ട്. അതാണ് നിഗൂഢമായ കാര്യം. കർഷകർ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടിട്ടില്ല, കർഷകർക്ക് വില കൊടുത്തിട്ടില്ല, പറഞ്ഞ വില പോലും കൊടുത്തിട്ടില്ല. അവരെ പറഞ്ഞ് പറ്റിച്ച് അവർക്കൊന്നും കൊടുക്കാതെ മുറിച്ച് കടത്തി കൊണ്ടുപോയിരിക്കുകയാണ്. അതിന് സ്പെഷ്യൽ ഓർഡർ ഗവൺമെന്റ് വാങ്ങിയിരിക്കുക. ഇതാ ഞങ്ങളിന്ന് വന്നിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം അതാണ്. അവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറയാം ഒരു 5000 രൂപ കിട്ടിയിട്ടുള്ളൂ. ഏത് കർഷകന്റെ കാര്യമാണ് പിന്നെ അവർ പറയുന്നത്? ഏത് കർഷകന്റെ രക്ഷക്കാണ് ഈ നിയമം എന്ന് അവർ പറയും. ആ നിയമത്തിന്റെ റൂൾ ഉണ്ടാക്കിയിട്ട് വെട്ടിയിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, അത് പൊതു നിയമമാവും. ഇത് സ്പെഷ്യൽ ഓർഡറാണ്. സ്പെഷ്യൽ ഓർഡർ കൊണ്ടാണ് വെട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് നഗ്നമായ ഒരു ശ്രമമാണ്. ആ ശ്രമം അത് അഴിമതിയാണ്. രാജകീയ വൃക്ഷങ്ങളുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണ്? അത് ആ തരത്തിൽ ചട്ടത്തിലൂടെ
ആണെങ്കിലും അത് കർഷകരെ വിട്ടുകൊടുക്കണം എന്നുള്ളൊരു ഇല്ല അതല്ലല്ലോ. അത് പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അത് സർവകക്ഷി യോഗം കൂടി ചർച്ച ചെയ്ത് നിയമസഭ ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. വർഷങ്ങളായി നിൽക്കുന്ന ഇതുപോലത്തെ മരങ്ങൾ വെട്ടിയെടുക്കുന്നതിനെ സംബന്ധിച്ച് നിലവിലുള്ള നിയമങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അകത്ത് ഇപ്പൊ തന്നെ മരം വെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിയമത്തിന്റെ അഭാവം മൂലമല്ല. 2005 നിയമം അനുസരിച്ച് കർഷകർക്ക് അവരുടെ ഭൂമിയിൽ അവർ നട്ടുവളർത്തിയ അല്ലെങ്കിൽ സ്വയം തെളിർത്തു വന്നതായ മരങ്ങൾ വെട്ടാൻ, ഈ പറയുന്ന മരങ്ങൾ ഒഴിച്ചുള്ള മരങ്ങൾ വെട്ടാനുള്ള അവകാശം അവർക്കുണ്ട്. അവർക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പട്ടയഭൂമിയിലെ വെസ്റ്റഡ് ഇൻ ഗവൺമെന്റിൽ വെസ്റ്റ് ചെയ്യപ്പെട്ട മരങ്ങൾ, അതിന് രജിസ്റ്റർ ഉണ്ട്, റവന്യൂ മാനുവൽ അനുസരിച്ച് രജിസ്റ്റർ ഉണ്ട്. ആ മരങ്ങളാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. 100-200 വർഷങ്ങളായിട്ടുള്ള മരങ്ങളാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഇത് കർഷകനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഓർഡറാണ്. ഏത് കർഷകനാണ് ഈ ഓർഡർ കൊണ്ട് ഒരു സഹായം ഉണ്ടായത്? കർഷകർ ഇപ്പോഴും നമ്മളോട് പറയുന്ന അവരുടെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പൊ ഈ ഉത്തരവ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് ഒരു കർഷകന് സഹായമായിട്ടില്ല. ഇത് വനം മാഫിയക്ക് സഹായകമായി. ഇല്ല അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പലരും കർഷക സംഘടനകൾ കൊടുത്ത പല പരാതികളും ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. ജനപ്രതിനിധികളായിട്ടുള്ളവർ ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും ഗവൺമെന്റിന്റെ മുമ്പിലേക്ക്. അപ്പൊ ഗവൺമെന്റ് അത് ചർച്ച നടത്തി, സർക്കാരിലെ അത് ചർച്ച നടത്തി അഭിപ്രായങ്ങൾ ചോദിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി ആവശ്യമായ നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നത്. അത് ചെയ്തിട്ടില്ലല്ലോ. അത് ചെയ്യാതെ ഇത് ആരോരും അറിയാതെ ചെയ്തിരിക്കുന്ന സംഭവം ആരാണ് അറിഞ്ഞിരിക്കുന്നത്? അതാണ് കുഞ്ഞാലി സാഹിബ് പറഞ്ഞത്. സ്പെഷ്യൽ ഓർഡറാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ അഴിമതി നടത്തുന്നതിന് വേണ്ടി പട്ടയഭൂമിയിൽ നിന്ന് ഈ വിലപിടിപ്പുള്ള കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള വൃക്ഷങ്ങൾ വെട്ടിമാറ്റാൻ വനം മാഫിയക്ക് കൊടുത്ത ഓർഡറാണിത്. അതൊക്കെ കർഷക സംഘടനകൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. അല്ല, സത്യാവസ്ഥ പുറത്തു വരാൻ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് സത്യാവസ്ഥ പുറത്തു വരാൻ അന്വേഷണം തുടങ്ങിയത്? ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലല്ലോ. അതായത് ഒരു മന്ത്രി, റവന്യൂ മന്ത്രി മറുപടി പറഞ്ഞില്ല. വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും കളക്ടർക്കും വനം വകുപ്പ് ഈ മുറിച്ചിട്ട മരം നീക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട് എന്തുകൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് റവന്യൂ അധികാരികൾ കൊടുത്തില്ല? അപ്പൊ വില്ലേജ് ഓഫീസർ അല്ല, അപ്പോൾ വില്ലേജ് ഓഫീസറാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട വില്ലേജ് ഓഫീസർ മാത്രമാണോ ഇതിന്റെ ഉത്തരവാദി? എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടിയെടുക്കാത്തത്? ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തുമ്പോൾ അന്വേഷണ വിധേയമായി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യും. ഇല്ല, എന്നിട്ടല്ലേ നടപടിയെടുക്കുന്നത്? അതിന് പകരം ഈ നിയമത്തിൽ ഒരു സാധനം എഴുതി വെച്ചേക്കുവാണ്. ഇതിന് ഈ ഉത്തരവ് നടപ്പാക്കുന്നതിന് തടസ്സം നിന്നാൽ അത് കൃത്യവിലോപമായി കണക്കാക്കി അച്ചടക്ക നടപടികൾ ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കും എന്നുള്ള വിചിത്രമായ ഒരു കാര്യം എഴുതി വച്ചിരിക്കുന്ന ഒരു ഓർഡറാണ് ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്താൻ. എന്നിട്ട് ആ ഉദ്യോഗസ്ഥന്മാരെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഇവിടെ വേറെ ഉദ്യോഗസ്ഥന്മാർ വനംവകുപ്പിൽ നിന്ന് ഇവിടെ വന്നു, ഈ ജില്ലയിൽ വന്നില്ലേ? എന്നിട്ട് അവരെ സംബന്ധിച്ച് ഉത്തരമേഖല CCF പരാതി കൊടുത്തു, റിപ്പോർട്ട് കൊടുത്തു. ആർക്ക്? പ്രിൻസിപ്പൽ CCFന്. എത്ര ദിവസമായി പരാതി സർക്കാരിൽ ഇരിക്കുന്നു? ഞങ്ങളിത് ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഉത്തരമേഖല CCF നൽകിയ റിപ്പോർട്ട് പ്രിൻസിപ്പൽ CCFന്റെ കയ്യിലും വനം വകുപ്പിന്റെ കയ്യിലും ഉണ്ട്. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് നടപടിയെടുക്കാത്തത്? ഇപ്പൊ ഈ വിഷയം ഞങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ PT തോമസും സിദ്ദിഖും അവര് പത്രസമ്മേളനം നടത്തി ഈ വിഷയം നിയമസഭ കോമ്പൗണ്ടിൽ വെച്ച് പത്രസമ്മേളനം നടത്തി കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഈ തടി പിടിച്ച ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഡ് ചെയ്ത് അവർക്ക് കിട്ടിയാണ് സസ്പെൻഷൻ. കാരണം അവർക്കെതിരായി കള്ളക്കേസ് കുടുക്കി, കള്ളക്കേസിൽ കുടുക്കി അവരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഈ വിഷയം PT തോമസും സിദ്ദിഖും കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായി ഇത് പിടിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ കിട്ടുമായിരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ പോലും ആത്മവിശ്വാസം തകർക്കുന്ന, അവരുടെ ആത്മവീര്യം തകർക്കുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ വന്ന് ഭീഷണിപ്പെടുത്തിയ, അവരെ കള്ളക്കേസിൽ കൊടുക്കാൻ പോയ ആ ഉദ്യോഗസ്ഥനെതിരായി എന്ത് നടപടിയെടുത്തു? എന്ത് അന്വേഷണമാണിത്? എന്ത് പ്രഹസനമാണ് അന്വേഷണം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലും കരാറുകാർക്കിടയിലും
ഗൂഢാലോചന നടന്നു എന്ന് മാത്രമാണ് എഫ്ഐആർ പറയുന്നത്. പക്ഷെ അതിന് മുകളിലേക്കുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചൊന്നും എഫ്ഐആർ പറയുന്നില്ല. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ അന്വേഷണം നിർത്താനുള്ള ഒരു നീക്കമാണോ? ഉറപ്പായിട്ടും അതല്ല. അതാണല്ലോ ഞാൻ അന്വേഷണം പ്രഹസനമാണെന്ന് പറയുന്നത്. അന്വേഷണത്തിൽ ഈ ഉത്തരവിനെ ഇപ്പോഴും ഓൺ ചെയ്യുകയാണ് മുഖ്യമന്ത്രിയും നേരത്തെയുള്ള വകുപ്പ് മന്ത്രിമാരും ഇപ്പോഴുള്ള വകുപ്പ് മന്ത്രിമാരും രാഷ്ട്രീയ നേതൃത്വവും ഈ വിവാദ ഉത്തരവിനെ നേരത്തെ പറഞ്ഞതുപോലെ മരം വെട്ടിമാറ്റുന്നതിന് വനം മാഫിയയ്ക്ക് പ്രത്യേക ഉത്തരവ് പോലെ നൽകിയ ഈ ഉത്തരവിനെ ഇവർ ന്യായീകരിക്കുക. ആ ഉത്തരവ് ഉണ്ടാക്കിയത് ഉദ്യോഗസ്ഥന്മാർ മാത്രം ചേർന്നല്ലല്ലോ, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പൂർണ്ണമായ അനുമതിയോടുകൂടിയാണ് ഉത്തരവുണ്ടാക്കിയത്. ഇപ്പോഴും അവർ ഓൺ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഗൂഢാലോചനയിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ഗൂഢാലോചനയിൽ എന്തുകൊണ്ട് ഈ ഭരണ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും എന്തുകൊണ്ട് വരുന്നില്ല? ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പൊ പറയുന്നു അന്നിറക്കിയ ഉത്തരവിൽ പിഴവുണ്ടായിരുന്നത് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൊടുത്ത ഒരു കത്തിൽ പറയുന്നു അന്നിറക്കിയ ഉത്തരവിൽ പിഴവുണ്ടായിരുന്നത്. പക്ഷേ റവന്യൂ മന്ത്രിയും സിപിഐ സെക്രട്ടറിയും ആ ഉത്തരവിൽ പിഴവില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഉത്തരവ് ഇറക്കിയ ആൾ തന്നെ പിഴവുണ്ടെന്ന് പറയുമ്പോൾ പിഴവല്ലേ? അതാണ് കാരണം. ഇവരതിനെ ന്യായീകരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, രാഷ്ട്രീയ നേതൃത്വം ന്യായീകരിക്കുക. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രസ്താവന ഞങ്ങൾ ഞെട്ടിപ്പോയി. ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്? നിങ്ങൾ അവരെ മാഫിയ എന്ന് വിളിക്കരുത്, മരം വെട്ടുകാരാണ്, ലാഭം കാംക്ഷിച്ച് പ്രവർത്തനം നടത്തുന്ന മരം വെട്ടുകാരാണ്. മരം വെട്ടുകാരാണോ ഈ മാഫിയ? കൃഷിക്കാരുടെ പൈസയും കൊടുക്കാതെ ആദിവാസികളെ കബളിപ്പിച്ച് കിടക്കുന്ന ആളുകളെ ന്യായീകരിക്കാണ് ഇവര്. ജോസഫിന്റെ പാർട്ടിയിൽ ഉണ്ടായില്ല. PJ ജോസഫ് ചെയർമാനായ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ് ഞാൻ. PJ ജോസഫ് സാർ ചെയർമാനായ പാർട്ടിയിൽ ഇങ്ങനെ ആളുമില്ല, ഇങ്ങനെ ഒരാൾക്ക് ഭാരവാഹിത്വം ഇല്ല, മെമ്പർഷിപ്പും ഇല്ല. അവിടെ വയനാട് ജില്ലയിലെ ജില്ലാ പ്രസിഡന്റും പാർട്ടിയുടെ മുഴുവൻ ഭാരവാഹികളും ഇവിടെ സന്നിഹിതരാണ്. ഇത് അനാവശ്യമായിട്ട് എവിടെയെങ്കിലും കച്ചിത്തുമ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്നതല്ലാതെ കേരള കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല. പൂർണ്ണമായിട്ടും ഞങ്ങൾ ഡിനൈ ചെയ്തിട്ടുണ്ട്. PJ ജോസഫ് സാറിനോ കേരള കോൺഗ്രസ് പാർട്ടിയിലോ അതിന് മെമ്പർഷിപ്പില്ല, ഭാരവാഹിത്വം. കൃഷിക്കാരെ പ്രതി ചേർക്കുന്നുണ്ട്, കൃഷിക്കാർക്കെതിരായി കേസെടുക്കുന്നുണ്ട്. അതൊക്കെ തികഞ്ഞ ഒരു വല്ലാത്ത നടപടിയാണ്. ഈ പാവപ്പെട്ട കൃഷിക്കാരുടെ ആദിവാസികളുടെ പേരിൽ കേസെടുക്കുകയാണ്. ഇപ്പോ ഒരു മിനിറ്റ് പറയാം. അതാണ് അവരെ മറയാക്കി നിർത്തി അവർക്ക് പൈസയും കൊടുക്കാതെ അവരെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ മുമ്പിലുണ്ടായിരുന്ന മരം വെട്ടിക്കൊണ്ടുപോയി. നിങ്ങൾക്ക് യാതൊന്നും വരൂല. ആവർത്തിച്ച് പറയുന്നതാണ്, ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾക്ക് യാതൊന്നും വരൂല, നിങ്ങൾക്കത് വെട്ടാനും കഴിയില്ല, സർക്കാരിന് ഞങ്ങളെ ചുമതലപ്പെടുത്തിയതാണ് എന്നാണ് അവരോട് പറഞ്ഞത്. വാക്കുകൾ ഇത്രയും വഞ്ചന ഉപയോഗിക്കുന്നതിന് വകുപ്പിടാനുള്ള വകുപ്പൊക്കെ ഇവിടെ നിയമത്തിലുണ്ട്. അപ്പൊ അവര് നിരപരാധികളാണ്, അവരുടെ പേരിൽ കേസെടുക്കാൻ പാടില്ല. പറഞ്ഞ് പറ്റിച്ച അവര് വഞ്ചിക്കപ്പെട്ടവരാണ്. അവരെ കേസിൽ നിന്ന് ഒഴിവാക്കണം. അവരെ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവരെ പേരിലാണ് കേസെടുക്കേണ്ടത്. മാത്രമല്ല അവരെ വഞ്ചിച്ചതിനുള്ള കേസ് ഇവരെ പേരിൽ ആ വകുപ്പ് കൂടി ഇട്ട് കേസെടുക്കാൻ വേണ്ടത്. എന്നിട്ട് കർഷകരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. കർഷകരെ പേരിൽ കേസെടുക്കുന്നത് ഈ കൊള്ള ന്യായീകരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പ്രതിപക്ഷങ്ങളെല്ലാവരും കൂടി ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി തീരുമാനിച്ചത് അതിന് വേറെയാണ്. ഓൾ പാർട്ടി മീറ്റിംഗിൽ കർഷകരാവശ്യപ്പെട്ട പണിയല്ല ഈട്ടിത്തടി, പിടിമ്പിടി എത്താത്ത വലിയ ഈട്ടിത്തടി 250 കൊല്ലം തേക്കൾ, അതിന് നിയമം വേറെയുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ കർഷകരുടെ മറവിൽ ഇതിനെ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതിന് ഈ പാവപ്പെട്ട SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരിൽ, കൃഷിക്കാരുടെ പേരിൽ കേസെടുക്കുകയാണ്. എന്നിട്ട് രാഷ്ട്രീയ നേതൃത്വം ഇതിനെ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അത് നടക്കാൻ പോകുന്നില്ല. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണമോ, അതാണ്. അല്ല, സമരത്തിലേക്കാണ്. നമ്മൾ സമരത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് ഏറ്റവും ഞാൻ സാഹിബ് പറഞ്ഞൊരു കാര്യം മനസ്സിലായില്ലേ? ഇവര് എന്തിനാണ് ഇപ്പൊ ആദിവാസി ഭൂമി കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല. ഒരു ആദിവാസിയെ കബളിപ്പിച്ച് ഒരാൾ ആ ഭൂമി വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോഴാണല്ലോ SC/ST അട്രോസിറ്റീസ് ആക്ട് ഉപയോഗിച്ചെടുക്കുന്നത്. അങ്ങനെ കേസെടുക്കുമ്പോൾ ആ ആദിവാസിയെ പ്രതി ചേർക്കാറുണ്ടോ? ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത ആൾ ഭൂമി കൈമാറ്റം ചെയ്തു
കബളിപ്പിക്കപ്പെട്ട ആദിവാസി കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭൂമി എലിനേറ്റ് ചെയ്യാൻ പാടില്ല, ഭൂമി കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല. അയാളുടെ കയ്യിൽ എന്നും ആ ഭൂമി ഇരിക്കണം. ആ ഭൂമിയുടെ പ്രൊട്ടക്ഷനാണ് ഇന്റൻഷൻ ഓഫ് ദ ലെജിസ്ലേഷൻ. നിയമത്തിന്റെ ഉദ്ദേശം തന്നെ ആളുടെ ഭൂമി സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അയാളുടെ ഭൂമി ഒരാൾ കബളിപ്പിച്ച് കൈമാറി, ആദിവാസിക്കെതിരെ കേസെടുക്കുക. അപ്പൊ അയാളുടെ ഭൂമിയിൽ നിൽക്കുന്ന മരം അയാളെ കബളിപ്പിച്ച് ഇത് സർക്കാർ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉത്തരവ് കാണിച്ചു. ഈ ഉത്തരവിന്റെ കോപ്പി ആ പാവങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്ന 2 വീടുകളിൽ അവർ ആ ഉത്തരവിന്റെ കോപ്പി കാണിച്ചു തന്നു. അതിൽ കാണിച്ചിരിക്കുകയാണ് വെട്ടാനുള്ള അനുവാദം. അവർക്ക് അതിന്റെ വായിച്ചു നോക്കി നമ്മൾ സംസാരിക്കുന്ന പോലെ ഈ നിയമത്തിന്റെ വശങ്ങൾ സംസാരിച്ച് ഈ മരം വെട്ടാനുള്ള ഉത്തരവല്ല ഇത് എന്ന് ഇനി ആദിവാസി പോട്ടെ, സാധാരണ ഒരു മലയാളി, ഒരു നഗരത്തിൽ താമസിക്കുന്ന വിദ്യാസമ്പന്നനായ ഒരാൾക്ക് മനസ്സിലാവില്ലല്ലോ. അതിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന കാപട്യം. ആ തടഞ്ഞ നടപടി സ്വീകരിക്കുമെന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അടിയില്. അതുകൂടി കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ അക്ഷരാർത്ഥത്തിൽ അവരെ കബളിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരെ കബളിപ്പിച്ചിരിക്കുന്ന ഒരു കേസില് അവരെ പ്രതിയാക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ഈ കേസ് ഇല്ലാതാവും. ഏത് ഈ ആദിവാസിയെ കബളിപ്പിച്ചു എന്നുള്ള കേസ് ഈ മാഫിയക്കെതിരെ ചുമത്താൻ പറ്റില്ല. കാരണം മറ്റവനെയും പ്രതിയാക്കിയേക്കാണ്. ഇല്ല, ഞാൻ പറഞ്ഞല്ല അന്വേഷണത്തിന്റെ രീതി എന്താണ്. എല്ലാ ദിവസവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാഷ്ട്രീയ നേതൃത്വവും തിരുവനന്തപുരത്ത് നിന്ന് പറയണത് ഈ ഉത്തരവിൽ ഒരു കുഴപ്പമില്ല, എല്ലാം നല്ല ഉദ്ദേശത്തോടുകൂടി നടപ്പാക്കിയ സതുദ്ദേശത്തോടുകൂടി നടപ്പാക്കുക എന്നൊരു സംഭവമാണ് എന്ന് നിരന്തരമായി പറയാണ്. പിന്നെ എന്ത് അന്വേഷണമാണ് ഇത് നടക്കുന്നത്? ഈ അന്വേഷണത്തെ ഗതിതിരിച്ചു വിടാൻ വേണ്ടി, അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടല്ലേ എല്ലാ ദിവസവും അന്വേഷണം നടക്കുമ്പോൾ ഇവർ ഇടപെടാമോ? ഇവര് പറഞ്ഞു കൊടുക്കും. ഇവര് അന്വേഷണം നടത്തുന്ന ആളുകൾക്കുള്ള ഡയറക്ഷനാണ് തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. സർവകക്ഷി യോഗത്തിൽ അങ്ങനത്തെ ഒരു ഉത്തരവില്ല. ഞാൻ കാണിച്ചു തരാം. അതായത് എന്റെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ട്. ശ്രീ VT ബലറാം നിയമസഭയിൽ ചോദിച്ചതിന് വളരെ വിശദമായ ഉത്തരവ് തന്നിട്ടുണ്ട്. ആ ഉത്തരത്തിൽ പറയുന്നത് സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനം ആവശ്യമായ ഭേദഗതി ചട്ടത്തിൽ വരുത്താൻ വേണ്ടി സർവകക്ഷി യോഗം തീരുമാനിച്ചു എന്നാണ്. ചട്ടത്തിലല്ലല്ലോ ഭേദഗതി വരുത്തിയത്, ഉത്തരവല്ലേ, സർക്കാർ ഉത്തരവ്. ചട്ടത്തിൽ വരുത്തേണ്ട ഭേദഗതി സർക്കാർ ഉത്തരവിലൂടെ ഇറക്കാൻ പറ്റില്ല എന്നുള്ളത് നിയമത്തിന്റെ ആദ്യ പാഠമല്ലേ? നിയമം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ സ്പെഷ്യൽ ഓർഡർ? അല്ല, അതായത് അവരുടെ ഭൂമിയിൽ അല്ലാത്ത മരങ്ങൾ അവർക്ക് പണം അടച്ച് വാങ്ങിക്കാമായിരുന്നു. അല്ലാത്ത മരങ്ങൾ മുറിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഈ മരങ്ങളുമായി ബന്ധപ്പെട്ട് അസൈൻ ചെയ്ത മരത്തിന്റെ പ്രശ്നമാണ് ഉള്ളത്. അത് അസൈൻ ചെയ്ത പട്ടയ ഭൂമിയിലുള്ള വിഷയമാണുള്ളത്. ഒരൊറ്റ അല്ല, ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം ഞാൻ പറയാം. അതായത് ഓൾ പാർട്ടി തീരുമാനത്തിൽ ഒരു തീരുമാനം ഉണ്ടായി, അതിൻ്റെ അടിസ്ഥാന നിയമം ഉണ്ടായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ റൂൾസ് കൊണ്ടുവരണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അങ്ങനെയാണ് എല്ലാവർക്കും ബാധകമായ ഒരു യൂണിഫോം നിയമം കൊണ്ടുവരുന്നത്. അവിടെ ഒരു സ്പെഷ്യൽ ഓർഡർ ആവശ്യമില്ല. ഒന്ന്. രണ്ടാമത് ബേസിക്കായിട്ട് ഒരു കാര്യമില്ലേ, ഇങ്ങനെ വെട്ടുന്ന മരത്തിന്റെ കാശ് കർഷകന് കിട്ടണ്ടേ? അവനോട് ഓസിക്ക് കൊടുക്കാനാണോ ആൾ പാർട്ടി തീരുമാനം? ആ കാശ് വയനാട് മുട്ടിൽ വെട്ടിയ മരത്തിന്റെ കാശ് ഇവർക്ക് കിട്ടിയിട്ടില്ല. അത് ഇടത്തട്ടുകാർ കൊണ്ടുപോയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇത് കർഷകന്റെ ചീറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത് കർഷകന്റെ പേരിൽ മരം വെട്ടുകാരോ മാഫിയോ ഇവർ നടത്തിയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഗൂഢാലോചന പറഞ്ഞ് ഈ കർഷകന് പണം കിട്ടിയിട്ടില്ല. ആൾ പാർട്ടി തീരുമാനം കർഷകന്റെ മരം ഓസിക്ക് മരം വെട്ടുകാർ കൊടുക്കാനാണോ? അല്ലല്ലോ. ആ തീരുമാനം എന്ന് പറയുന്നത് അവർ നട്ടുപിടിപ്പിച്ചതും വളർത്തിയതും അവരുടെ തോട്ടത്തിൽ ഇരിക്കുന്നതുമായിട്ടുള്ള മരം നിയമപ്രകാരം മുറിച്ച് അതിന്റെ വിഹിതം അവർക്ക് കിട്ടാനാണ് എന്റെ വില. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ അവരെ പറഞ്ഞു പറ്റിച്ച് നാമമാത്രമായ 8 ലക്ഷം ഉറുപ്പികയുടെ മരത്തിന് 5000 ഉറുപ്പിയും കൊടുത്ത് കടത്തിക്കൊണ്ടു പോകാനുള്ള നിയമമാണോ ആൾ പാർട്ടി കൊടുത്തത്? എന്തൊരു ബാലിശാണത്. കർഷകരുടെ ഭാഗത്ത് നിന്ന് വേറൊരു പ്രധാനപ്പെട്ട ആവശ്യം കൂടി വന്നിട്ടുണ്ട്. അവരുടെ ഭൂമിയിൽ നിൽക്കുന്ന ഈ മരങ്ങൾ അവർക്ക് കൃഷി ചെയ്യുന്നതിന് തടസ്സവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സർക്കാർ അതിന്റെ ഒരു കാലാവധിയായ സർക്കാർ നിശ്ചയിക്കുന്ന തരത്തിലുള്ള മരങ്ങൾ വെട്ടിമാറ്റണം, സർക്കാർ തന്നെ വെട്ടിമാറ്റണം എന്നുള്ള
അഭിപ്രായം കൂടി കർഷകരുടെ സംഘടനകളുടെ അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു വിശദമായ അവർക്കൊരു ഇത് പോകുമ്പോൾ അവരുടെ വിളകൾ നശിക്കുന്നതിനുള്ള ഒരു നഷ്ടപരിഹാരം ഒക്കെ കൊടുത്തുകൊണ്ട് അവരും കൂടി സമ്മതത്തോടു കൂടി ചെയ്യണമെന്നുള്ള പ്രപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതൊന്നും അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്തത്. അത് എവിടെ ചർച്ച ചെയ്തു? ഈ കർഷക സംഘടനകളോ കർഷകരോ ജനപ്രതിനിധികളോ രാഷ്ട്രീയ പാർട്ടികളോ മുന്നോട്ട് വെച്ച ഏത് കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്തത്? 2017 നടത്തിയ സർവകക്ഷി യോഗത്തിന്റെ പേരിൽ 2020 ഒക്ടോബർ 20 നിങ്ങൾ ആ ടൈമിംഗ് നോക്കണം. കടുംവെട്ട് നടത്തുന്ന കൊള്ള നടത്തുന്ന കാലമാണത്. സമയം നോക്കിയിട്ട് വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തി ചെയ്ത സംഭവമല്ലേ. എന്നിട്ട് ഇത്രയും നാള് നിങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ, മാധ്യമപ്രവർത്തകർ അറിഞ്ഞില്ല, പ്രതിപക്ഷമായ ഞങ്ങൾ അറിഞ്ഞില്ല, ആരും അറിയാതെ ഇത് മുഴുവൻ കടത്തിയിട്ട് ഇത് പുറത്തു വന്നല്ലേ. പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇന്ന് സംഭവിക്കുന്നത്? ഇത് വെട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ മാർച്ച് 23 വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടർച്ചയായി ഈ ഉത്തരവ് പിൻവലിച്ചെന്ന് പറയുന്നതിന് എന്ത് പ്രസക്തി? ഉത്തരവ് പിൻവലിച്ചിട്ടും ആ ഉത്തരവിന്റെ പിൻബലത്തിൽ പിന്നെയും വെട്ടിക്കൊണ്ടിരിക്കുകയല്ലോ. ഇവിടെ കണ്ടില്ലേ, മാർച്ച് 23 ആ ഉത്തരവുണ്ടോ? 22/3 15/3 അല്ലെ. അതിനെക്കുറിച്ച് ചർച്ച ഗവൺമെന്റ് വെക്കട്ടെ. ഇത്തരം ചർച്ചകളുടെ പ്രൊപ്പോസൽ വെക്കേണ്ടത് ഗവൺമെന്റാണ്. അത്തരം ചർച്ചകൾ ഗവൺമെന്റ് വെക്കുമ്പോൾ കർഷകന് അവിടെ കിളിർത്തു വരുന്ന അല്ലെങ്കിൽ അവർ നട്ടുപിടിപ്പിച്ച മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം വന്നപ്പോഴാണ് 2005 UDF ഗവൺമെന്റ് ഈ നിയമം പാസാക്കിയത്. ആ നിയമം പാസാക്കിയപ്പോഴും ഈ പറയുന്ന പട്ടയ ഭൂമിയിൽ സർക്കാരിൽ വെസ്റ്റീത മരങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒളിച്ചു വെച്ചു ഈ ഉത്തരവിൽ. അത് ഒളിച്ചു വെച്ചു. ഈ 4 മരങ്ങൾ റോയൽ ട്രീസ് 4 മരങ്ങൾ, അതായത് ആ നിയമം സെക്ഷൻ 6 പറഞ്ഞിട്ട് പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ മരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ്. ആ ഭാഗം ഈ സർക്കാർ ഉത്തരവിലില്ല. ആദ്യത്തെ ഭാഗം ചന്ദന മരം ഒഴിച്ചുള്ള എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റാം എന്നുള്ള ഉത്തരവ്. മനസ്സിലായ? അവർക്ക് മുറിച്ചു മാറ്റാം. അവർ നട്ടു വളർത്തിയതാണെങ്കിൽ മുറിച്ചു മാറ്റാം. എന്നിട്ട് എന്ന് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ നിയമത്തിൽ വളരെ വ്യക്തമായി ക്ലാരിഫിക്കേഷനാണ്, പ്രൊവൈസോണ്, നിയമത്തിന്റെ പ്രൊവൈസോണ്. പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെസ്റ്റഡിൻ ആയിട്ടുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഈ സെക്ഷൻ അനുവദിക്കുന്നില്ല. ക്ലാരിറ്റിയാണ്. അതുണ്ട്. ബാക്കി UDF ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമരപരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് പറയും. പിന്നെ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ശ്രീ TN പ്രതാപൻ MP-യുടെ നേതൃത്വത്തിലും എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ശ്രീ ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിലും 2 UDF പ്രതിനിധി സംഘങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കും. മരമുറിച്ച സ്ഥലങ്ങൾ. അവിടെ നിന്ന് റിപ്പോർട്ടുകൾ വാങ്ങിക്കും. ആ റിപ്പോർട്ട് വാങ്ങിക്കും. കേരളത്തിൽ മരമുറി നടന്ന മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും UDF റിപ്പോർട്ട് ശേഖരിച്ച് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കും ഈ കൊള്ളയെ കുറിച്ച്. നിലവിലെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, അദ്ദേഹം എന്താ പറയണത്? ഞാനല്ല ഇതിന്റെ പുറകിൽ ഞാനല്ല. അതായത് കഴിഞ്ഞ വനംവകുപ്പിലെ മന്ത്രിയാണെന്നാണ് പറയുന്നതിന്റെ അർത്ഥം അല്ലെ. റവന്യൂ വകുപ്പ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അപ്പൊ വനംവകുപ്പാണെന്നാണ് പറയുന്നത്. വനംവകുപ്പ് എന്താണ് പറയുന്നത്? ഞങ്ങൾ തഹസിൽദാർക്കും കളക്ടർക്കും ഒക്കെ ഞങ്ങൾ പരാതി കൊടുത്ത് അവരൊന്നും ചെയ്തില്ല. ആർക്കാണ് അക്കൗണ്ടബിലിറ്റി? സർക്കാർ പറയട്ടെ. ആർക്കാണ് അക്കൗണ്ടബിലിറ്റി എന്ന് സർക്കാർ പറയട്ടെ. സബ്ജക്ട് പറയുന്നു.